നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പരീക്ഷാ ചൂടിൽ കേരളം. SSLC പരീക്ഷ ഇന്നു മുതൽ. പരീക്ഷ എഴുതുക 4.27 ലക്ഷം വിദ്യാർത്ഥികൾ. ആത്മവിശ്വാസത്തിൽ കുട്ടികൾ. തിരുവനന്തപുരം പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ്. കുട്ടിയെ ഓടയിൽ ഉപേക്ഷിച്ചതിലടക്കം വ്യക്തത വരുത്താൻ പോലീസ്. പ്രതി ഹസൻ മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനും ലക്ഷ്യമിട്ടെന്ന് വിവരം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുത്തു തീർക്കാൻ ധനവകുപ്പിന്റെ തീവ്ര ശ്രമം. ഉച്ചയോടെ ട്രഷറിയിൽ പണം എത്തിക്കാൻ നീക്കം. ഇന്നും കിട്ടിയില്ലെങ്കിൽ സമരം തുടങ്ങാൻ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പിടിയിലായ 6 പ്രതികളുടെ പോലീസ് കസ്റ്റഡി ഇന്ന് അവസാനിക്കും. മുഖ്യപ്രതി സിൻജോ അടക്കമുള്ളവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഡീനിനെ പ്രതി ചേർക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നിരാഹാര സമരത്തിലേക്ക്. തൃശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി നൽകിയ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കും. പള്ളി വികാരി അടങ്ങുന്ന പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. നടപടി കിരീടത്തിൽ ഭൂരിഭാഗവും ചെമ്പെന്ന ആരോപണത്തിൽ. പാക് പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നത് 2ാം തവണ.